ചായ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഒരാൾ ബ്രെഡ് വെച്ച് ബ്രെഡ് കഴിക്കാൻ വെച്ചു. അപ്പോൾ ഓക്കെ, ഇന്ന് ഞങ്ങളൊരു ചെറിയ സൺഡേ വ്ളോഗാണ്. ഞങ്ങൾക്ക് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. 9:30 ആകുമ്പോഴേ ചർച്ച തുറക്കത്തുള്ളൂ. 9:30 ആകുമ്പോഴേ ഞങ്ങൾ റെഡിയായിട്ട് പോയി കഴിച്ചിട്ട് റെഡിയായി പോകും. പിന്നെ കുറച്ച് മണിക്കൂർ ചർച്ചിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനുള്ള വെള്ളം ഒരു ബോട്ടിലിനകത്താക്കി എടുക്കും. പിന്നെ കുറച്ച് സ്നാക്സും എടുക്കും. അത്രയും നേരം ഇരിക്കേണ്ടതല്ലേ, കാരണം നല്ല രീതിയിൽ വിശക്കും. എപ്പോഴും പുറത്ത് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ വെള്ളം ഞാൻ എഴുന്നേൽക്കുമ്പോഴേ ഫസ്റ്റ് വെള്ളം തിളപ്പിച്ച് വെക്കും. അത് ആറിയാലല്ലേ പിന്നെ ബോട്ടിലിനകത്ത് പിന്നെ അങ്ങ് നിറയ്ക്കും. അങ്ങനെ എല്ലാം നിറച്ച് എല്ലാം റെഡിയാക്കിയിടുക. അങ്ങനെ കുറച്ച് തുണികളുണ്ടായിരുന്നു വാഷിങ്ങിനിടാൻ. അങ്ങനെ അത് വാഷിങ്ങിനിട്ട് വരുമ്പോഴേക്ക് റെഡിയാക്കി കിട്ടുമല്ലോ. ഇപ്പം നല്ല വെയിലുമുണ്ട്. 2-3 ദിവസത്തേക്ക് മഴ കുറഞ്ഞ് നിൽക്കുന്നതും കൊണ്ട് തുണിയെല്ലാം നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുന്നുണ്ട്. പക്ഷേ ചൂടാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ തുണിയെല്ലാം ഇട്ട് ഇനി അടുത്ത് ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. ഇന്ന് ദോശ കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇവിടോ മതിയോ? ഓക്കെ ഓക്കെ ആണോ? കാല് ഉറുമ്പ് കടിച്ചെന്നുള്ള പരാതിയിലാണ് ആള് വരുന്നത്. ഹലോ പറഞ്ഞേ. ഹലോ. പിന്നെ കുഞ്ഞിൻ്റെ സ്നാക്സ് ബോട്ടിൽ. പിന്നെ കുറച്ച് നേരം കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കളിക്കും. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ റിമോട്ട് മോനെ ഇങ്ങ് തരാൻ. അപ്പോൾ എൻ്റെ കൈ കൂടെ താഴെ താഴെ വീണു. പിന്നെ ഞാൻ പറഞ്ഞൊരു ഡാൻസ് കളിക്കാൻ പറഞ്ഞു. ആൾ മടികൂടാതെ ഡാൻസ് കളിച്ചു. പാട്ട് പാടാൻ അധികം അറിയത്തില്ല, പക്ഷേ ഡാൻസൊക്കെ തുള്ളി ഇങ്ങനെയൊക്കെ കളിക്കുള്ളൂ. പിന്നെ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അതിലേക്ക് ദോശയും ചിക്കൻ കറിയാണ്, ചിക്കൻ ഫ്രൈ ആണ്.
പിന്നെ ഞങ്ങൾ ചർച്ചിലേക്ക് ഇറങ്ങി. പുറത്ത് ഭയങ്കര ചൂടാണ്, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വെയിലാണ്. പിന്നെ കുഞ്ഞ് താഴെ എത്തി, പുറത്ത് കണ്ടില്ലേ അത്രയ്ക്ക് ചൂടാണ്. പിന്നെ ഞാനൊരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്, അവന് വെയിലത്രയും കൊള്ളണ്ടെന്ന് വെച്ചാൽ എന്നാലും ഉണ്ട്, ചൂട് ഭയങ്കരമായിട്ടുണ്ട്. അപ്പം എനിവേ ഞങ്ങളിനി ചർച്ചിൽ കാണാം. അത് നിരാശയ്ക്ക് കാരണമായി തീരുന്നില്ല, അത് അനുഗ്രഹത്തിന്റെ കാരണമായി തീരും. പിന്നെ ഒന്ന് രണ്ട് അനൗൺസ്മെന്റിലൂടെ കഴിഞ്ഞാഴ്ചയൊക്കെ അവരുടെ ഭക്ഷണത്തിന്റെ സമയത്ത് പ്ലേറ്റുകൾ കഴുകാനും അടുക്കി വെക്കുവാനും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ചർച്ചിലെത്തിക്കഴിഞ്ഞാൽ ആൾ പിന്നെ ഫുള്ള് എനിക്ക് നിങ്ങളോട് പറയുവാൻ ഇനി അനേക കാര്യങ്ങളുണ്ട്. മറ്റേ കസിൻ സിസ്റ്ററാണ്, അവർ ട്വിൻസാണ്, ഇന്ന് ഒരാളെ വന്നിട്ടുള്ളൂ. അപ്പം മോടെ കൂടെ ഭയങ്കരമായിട്ട് അവൾ ചെയ്യുന്ന പോലെ തന്നെ അവനും ചെയ്യുവാണ് ഓരോന്ന്. പിന്നെ അവർ രണ്ടുപേരായിരുന്നു ഫുൾ ടൈം കളിയും. ബാക്കി ഞങ്ങൾ ബാക്കിലാണ് ഇരിക്കുന്നത്, കാരണം കുഞ്ഞുള്ളതുകൊണ്ട് അവൻ എപ്പോഴും ചിലപ്പം വാഷ്റൂമിൽ പോകണമായിരിക്കും. പോകാൻ വേണ്ടി പെട്ടെന്ന് പുറത്തോട്ട് പോകാൻ അതുകൊണ്ട് ബാക്കിൽ തന്നെ ഇരിക്കുന്നത് കുഞ്ഞുങ്ങളെയും കൊണ്ട്. അങ്ങനെ അവിടെ എല്ലാം ഓടിച്ചാടി നടക്കുകയാണ്. കണ്ടില്ലേ, അവർ രണ്ടുപേരുമാണ് അവിടെ വന്നു കഴിഞ്ഞാൽ, പള്ളി ചർച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടുപേരും കാണത്തുള്ളൂ. അപ്പം അതിൻ്റെ സ്നേഹപ്രകടനമൊക്കെയാണ് രണ്ടുപേരും. അങ്ങനെ ഫൈനലി ചർച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. വരുന്ന വഴി കുഞ്ഞിന് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു, അവനെ പാതിക്ക് ഉറങ്ങി. പിന്നെ ഒരു ബേക്കറി കയറി കുഞ്ഞിന് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവനെ നോക്കിയാക്കി. അങ്ങനെ ഞങ്ങളെത്തി. ഇനിയിപ്പം അകത്ത് കയറി ഒന്ന് റെസ്റ്റ് എടുക്കണം.